ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോവാണ്. ഇന്ന് റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഹായ് ഗൈസ്, എന്ന് പറഞ്ഞ പോലെ ഞാൻ 2 മാസത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് മുടി വാർന്ന ആളാറങ്ങണ്ടോ, അങ്ങനെ മുടി വാരാണ്. അതേപോലെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ മാറ്റി എല്ലാവരും ഓട്ടോക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇവിടുന്ന് ഓട്ടോക്ക് പോയിട്ട് കുന്നുമെന്ന് ബസ്സിന് പോകാമെന്നില്ല, ഇതിന് വേണ്ടിയിട്ടാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് മദ്രസ ലീവേനു, റിപ്പബ്ലിക് ഡേനല്ലേ. അതുകൊണ്ട് വീട്ടിൽ പോകാൻ കരുതി. ശനിയാഴ്ച മദ്രസ വിട്ടിക്കാണ്ട് അങ്ങനെ പോയതിന്. ഇവിടെ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കല്ലും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ കുന്നുമ്മലെത്തി. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടോ. കുന്നുമ്മൽ ബസ് സ്റ്റോപ്പിലെത്തി. ഇങ്ങനെ ബസ് ഇങ്ങനെ കാത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ബസ് കിട്ടി. ഞങ്ങൾ വരുന്നതിന് മുന്നേ ബസ്സൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ബസ് കിട്ടി. ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ്. ഇല്ല, അങ്ങനെ നോക്കുന്നുണ്ട് എല്ലായിടത്തേക്കും. സീറ്റ് ഉണ്ടായപ്പോൾ ഞാൻ അവളെ സീറ്റിലിരുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം ബസ്സോട്ട് നിർത്തിയിട്ടേനു കേട്ടോ. അങ്ങോട്ട് എപ്പോഴും ബസ്സില്ല, ഒരു അരമണിക്കൂറൊക്കെ കൂടുമ്പോഴുള്ളൂ ബസ്. അപ്പം കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തങ്ങനെ നിൽക്കുന്നു. പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പോവൽ തുടങ്ങി. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്ക് പോകണം. അങ്ങനെ ഞാൻ ഓട്ടോക്ക് പോയതാണ്. അല്ലെങ്കിൽ ഉപ്പ വരലാണ് കൊണ്ടുപോകാൻ. ഉപ്പ ഒന്ന് അവിടെ ഇല്ലേനു. അപ്പോൾ ഞാൻ ഓട്ടോ പിടിച്ച് കണ്ട് അങ്ങനെ പോയി. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഉപ്പ അങ്ങനെ അവിടെ ഇല്ല. ഉമ്മയും അനിയനും തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് മക്കരപറമ്പത്തേക്ക് പോയിക്കണെന്ന് പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളവിടെ കുറച്ച് നേരം ഒരു 1.5-2 മണിക്കൂറോളം ഞങ്ങളവിടെ പുറത്തിരുന്ന്. ഞങ്ങളടുത്തത്തെ വീട്ടിലത്തെ താത്ത ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന്. ഞങ്ങൾ പിന്നെ സിറ്റൗട്ടിൽ അങ്ങനെ ഉമ്മാനി അനിയനെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ഇവർ ഇല്ലയെന്ന് പറഞ്ഞിട്ടും ബെല്ലടിച്ച് നോക്കുകയാണ്. ഉമ്മ തുറന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. പിന്നെ ലാസ്റ്റ് ഉണ്ട് അനിയനും ഉമ്മയും കൂടി ഇങ്ങനെ വരുന്നുണ്ട്. തേങ്ങ കാട്ടി എണ്ണയിട്ടും വരുന്നുണ്ട്. ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ അനിയന്. ഞാനും ഓനും എനിക്ക് 21 വയസ്സായപ്പോൾ ഉണ്ടായത്. 21 വർഷം കഴിഞ്ഞിട്ടുണ്ടായതാണ് എനിക്കൊരു അനിയന്. പിന്നെ ഞങ്ങൾ ഉപ്പാൻ്റെ പച്ചക്കറിയൊക്കെ നോക്കൽ തുടങ്ങി. കുറേ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ലിയൊക്കെ. പച്ചമുളക് ഇതൊക്കെ ഉപ്പ ഉണ്ടാക്കിയതാണ്. ഉപ്പന്നെ ഉണ്ടാക്കും, ഉപ്പന്നെ നനക്കും. അങ്ങനെ പയറുണ്ട്, അതേപോലെ ചീരമുളകുണ്ട്, എല്ലാതും ഉണ്ട്. അവിടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി പയറായാലും പിന്നെന്താ ചീരണ്ട്. ഇതൊക്കെ കറ്റാർവാഴയാണ്. ഇതൊക്കെ ഉപ്പ ഉണ്ടാക്കിയതാണ്. ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ. കുറേ കറ്റാർവാഴകളുണ്ട്. ഇതൊക്കെ ഉപ്പ ഉണ്ടാക്കിയതാണ്. പിന്നെ പയർ, വെണ്ടക്ക അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഉപ്പ ഉണ്ടാക്കിയത് തന്നെയാണ്. നല്ല ചീരൊക്കെ ഇതിൽ. അതേപോലെ വാഴ ഉണ്ട്, കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. പിന്നെന്താ കാബേജ്. ഓരോ ടൈമിൽ ഓരോന്നും ഉണ്ടാകലുണ്ട്. കാബേജൊക്കെ ഉണ്ടായിരുന്നു, കോളിഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ പയറും വെണ്ടയ്ക്കയും കറ്റാർവാഴയും മുളകും അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.